Meet the editors. വിപ്ലവ പാർട്ടികളോ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതാണ് ചോദ്യം. പിയാ സുനിൽ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പിയാ സുനിൽ, ഇപ്പോൾ അവർ ബംഗളൂരുവിൽ മനുഷ്യച്ചങ്ങല രൂപീകരിക്കാൻ പോവുകയാണ്. ഇതുവരെ വെർച്വൽ വേൾഡിലായിരുന്നുവെങ്കിൽ അവർ റിയൽ വേൾഡിലേക്ക് കൈകോർത്തിറങ്ങുകയാണ്. പാർട്ടികളെ ഭയക്കണോ എന്നതാണ് ചോദ്യം. വിപ്ലവ പാർട്ടികളാണോ അവർ? നമുക്ക് ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. 140 കോടി ജനങ്ങളിൽ ഏതാണ്ട് 37 മുതൽ 40 കോടി വരെ യുവാക്കളാണ്. ഈ യുവാക്കളിൽ 25 കോടി പേർക്ക് തൊഴിലില്ല. 25 പേർ കൊടുക്കുക. രാജ്യത്ത് 40 ലക്ഷം വരുന്ന യുവാക്കളിൽ 25 കോടി വരുന്ന യുവാക്കൾക്ക് തൊഴിലില്ല. ഇനി തൊഴിലുള്ള 80 മുതൽ 90% വരെയുള്ള യുവാക്കളുടെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 25,000 രൂപയ്ക്ക് താഴെയാണ്. അതായത് തൊഴിലുണ്ട് എന്ന് നമ്മൾ പറയുന്ന ഏതാണ്ട് 15, 16, 17 കോടി യുവാക്കളിൽ അവർക്ക് ഒരു മാസം കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 25,000 രൂപയ്ക്ക് താഴെയാണ്. അതിൽ പകുതി പേരുടെ പ്രതിമാസ ശമ്പളം എന്ന് പറയുന്നത് 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ്. അതായത് ഇതിൽ ഭൂരിഭാഗം പേരും ബിരുദധാരികളാണ്. ബിരുദധാരികളായ യുവാക്കൾക്ക് പ്രതിമാസം ഇന്ന് രാജ്യത്ത് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് എന്നതാണ്. തൊഴിൽ സുരക്ഷയില്ല, പെൻഷനില്ല, മെഡിക്കൽ ആനുകൂല്യങ്ങളില്ല. അപ്പോൾ ഒരു തൊഴിൽ സുരക്ഷിതത്വവും ഇല്ലാതെയാണ് ഈ ചെറുപ്പക്കാർ, ഈ യുവാക്കൾ രാജ്യത്ത് തൊഴിലെടുക്കുന്നത്. നമ്മൾ സമീപ ഭാവിയിൽ നോയിഡയിലെ വലിയ പ്രതിഷേധം കണ്ടല്ലോ. 40,000-ഓളം ആളുകളാണ് നോയിഡയിലെ പല കമ്പനികളിലായി തൊഴിലെടുക്കുന്നത്. ആ തൊഴിലാളികൾക്ക് പ്രതിമാസം കിട്ടിക്കൊണ്ടിരിക്കുന്ന വേതനം എന്ന് പറയുന്നത് 11,000 രൂപയാണ്. 11,000 രൂപയാണ്. ആ 11,000 രൂപ എന്ന് പറയുന്നത് 20,000 രൂപയാക്കണം എന്നാവശ്യപ്പെട്ട് അവർ പ്രതിഷേധത്തിനിറങ്ങിയപ്പോൾ അവരെ അടിച്ചമർത്തുകയാണ് ഉത്തർപ്രദേശ് സർക്കാർ ചെയ്തത്. 400-ലധികം പേരെ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും പലരും ജയിലിലാണ്. അപ്പോൾ ഇതാണ് തൊഴിൽ തേടി നടക്കുന്ന യുവാക്കളോടുള്ള ഭരണകൂടത്തിന്റെ സമീപനം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത പറയുന്നത്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ പാറ്റകളെ പോലെയാണ്. അവർ ആക്ടിവിസ്റ്റുകളാകുന്നു, അവർ മാധ്യമപ്രവർത്തകരാകുന്നു, അവർ ഓൺലൈൻ മീഡിയ പ്രവർത്തകരാകുന്നു. അങ്ങനെ അവർ എല്ലാ സിസ്റ്റത്തിനെതിരെയും അവർ ആഞ്ഞടിക്കുന്നു, എല്ലാ സിസ്റ്റത്തെയും അധിക്ഷേപിക്കുന്നു, അവഹേളിക്കുന്നു എന്ന് പറഞ്ഞ് ഈ യുവാക്കളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത്. ഇത് ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തതിനുള്ള മറുപടി തന്നെയാണ്. അങ്ങനെയാണ് ഈ യുവാക്കൾ ഇപ്പോൾ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു പേജിലൂടെ ഇന്ന് രാജ്യത്ത് വലിയ ശബ്ദമുയർത്തുന്നത്. ഇതൊരു വിപ്ലവത്തിന്റെ തുടക്കം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രമാത്രം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഈ തൊഴിലില്ലായ്മ എന്ന വലിയ ഭീഷണി നേരിടുകയാണ്. നോക്കൂ, 30%-ലധികം, അതായത് രാജ്യത്ത് തൊഴിലെടുക്കുന്ന യുവാക്കളിൽ 30% ആളുകൾ ആവശ്യമായ ഡിഗ്രി ഉണ്ടായിട്ടും ഗ്രാജുവേഷൻ ഉണ്ടായിട്ടും 30%-ലധികം യുവാക്കൾക്ക് അവർ അർഹിക്കുന്ന, അവർ പ്രതീക്ഷിക്കുന്ന തൊഴിലല്ല കിട്ടുന്നത്. കർഷക തൊഴിലാളികളുടെ കാര്യം എടുത്തു നോക്കൂ. അവർക്ക് പ്രതിമാസം ഒരു 10,000 രൂപ പോലും ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ തന്നെയുള്ളത്. ഡൽഹിയിൽ 1 വർഷം നീണ്ട കർഷക സമരം നടന്നല്ലോ. അന്ന് കർഷക സമരം നടന്നപ്പോൾ അന്ന് രാഷ്ട്രീയ തിരിച്ചടി ഭയന്നുകൊണ്ട് അന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 3 കാർഷിക നിയമങ്ങളും പിൻവലിച്ചു. പക്ഷെ അന്ന് കർഷകർക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു? അതും പാലിച്ചില്ല. ഇങ്ങനെ നോക്കിയാൽ യുവാക്കളുടെ കാര്യം മാത്രമല്ല, രാജ്യത്ത് തൊഴിലെടുക്കുന്ന എല്ലാ മേഖലയിലും ഭരണകൂടത്തിന്റെ അവഗണനയുണ്ട്. അതിനെതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇതൊരു പ്രതിഷേധം എന്ന നിലയിൽ മാത്രം നമ്മൾ കണ്ടാൽ പോരാ, ഇതൊരു വലിയ മുന്നേറ്റമാണ്. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ തന്നെ ഇപ്പോൾ 2 കോടിയിലധികം ആളുകൾ, ഇത്രയും ചെറിയ ദിവസത്തിനകം 2 കോടിയിലധികം യുവാക്കൾ, ജെൻസി യുവാക്കൾ ഇപ്പോൾ ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാകാൻ പോകുന്നത്. ഇതെങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ പ്രതിഫലിക്കുക? അതൊരു പ്രത്യക്ഷ സമരത്തിലേക്ക്, പ്രത്യക്ഷ പോരാട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും തന്നെ തള്ളിക്കളയാനാകില്ല. നമ്മൾ ഒരുപാട് മുന്നേറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവം മുതൽ ഒരുപാട് വിപ്ലവങ്ങൾ നമ്മൾ രാജ്യത്ത് കണ്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിക്കെതിരെ JP മുന്നേറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് വിദ്യാർത്ഥികൾ ബീഹാറിൽ തുടങ്ങിയ ഒരു പ്രതിഷേധമാണ് അത് രാജ്യത്താകെ വലിയ ജനതാ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവമായി മാറിയത്, ഇന്ദിരാഗാന്ധിയെ വലിച്ചു താഴെയിട്ട വലിയൊരു മുന്നേറ്റമായി മാറിയത്. ആ നിലയിൽ നമ്മൾ നോക്കിയാൽ യുവാക്കൾ വലിയൊരു കരുത്താണ്. ഇന്ത്യയിൽ 40 കോടി യുവാക്കളുണ്ട്. ആ യുവാക്കളൊക്കെ തന്നെ ഇന്ന് അസംതൃപ്തരാണ്. അവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഉണ്ടാകുന്നത് ഭരണതലത്തിൽ നിന്ന്. അത് പരമോന്നത കോടതിയിൽ
നിന്ന് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനെതിരെയുള്ള വലിയൊരു പോരാട്ടമായിട്ടാണ് ഞാൻ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ വിപ്ലവത്തെ കാണുന്നത്. ഇതൊരു വിപ്ലവം തന്നെയാണ്, ഇതൊരു വിപ്ലവമായി മാറാൻ പോകുന്നുവെന്ന് തന്നെയാണ്. അത്രത്തോളം അസംതൃപ്തർ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്, അത്രത്തോളം അസംതൃപ്തരായ യുവാക്കളുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ഈ മോദി സർക്കാരിന്റെ കാലത്താണല്ലോ അഗ്നിവീർ എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ ഉത്തരേന്ത്യൻ നഗരങ്ങളിലൊക്കെ തന്നെ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഞാൻ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെയായി. അവിടെയൊക്കെയുള്ള ഏത് ചെറുപ്പക്കാരനോട് ചോദിച്ചാലും സൈന്യത്തിൽ ചേരുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അത് ഹരിയാന ആയിക്കോട്ടെ, ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, ബീഹാർ ആയിക്കോട്ടെ, ഛത്തീസ്ഗഡ് ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ഈ ഇന്ത്യ ബെൽറ്റിലാകെ തന്നെ രാവിലെയൊക്കെ തന്നെ നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ യുവാക്കൾ, ചെറുപ്പക്കാർ അവിടെ ഓടുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഈ സൈന്യത്തിൽ ചേരാൻ അവർ തയ്യാറെടുക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാം. അവരുടെ വാതിൽ കൊട്ടിയടച്ചുകൊണ്ടാണ് ഈ അഗ്നിവീർ എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവരുന്നത്. അന്ന് നമ്മൾ കണ്ടതാണ്, വലിയ പ്രതിഷേധം അതിനെതിരെ ഉണ്ടായി. അന്ന് പിന്നീട് ആ പ്രതിഷേധത്തെ ആകെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് പോയി. എല്ലാ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി ഇന്ന് ദേശീയ സുരക്ഷ മാറുകയാണ്. ഇന്നിപ്പോൾ ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ മുന്നേറ്റത്തെ പ്രതിരോധിക്കാനും കേന്ദ്ര സർക്കാർ മുന്നോട്ടെടുത്ത് വെക്കുന്നത് ഇപ്പോൾ ദേശീയ സുരക്ഷാ വിഷയമാണ്. അങ്ങനെ ചൂണ്ടിക്കാണിച്ച് എക്സ് അക്കൗണ്ട് പൂട്ടിച്ചു. പക്ഷേ എത്ര അക്കൗണ്ട് പൂട്ടിച്ചാലും ഈ അക്കൗണ്ട് അത്ര പെട്ടെന്ന് പൂട്ടാൻ സാധിക്കില്ല ഈ യുവാക്കളുടെ പ്രതിഷേധം എന്നതാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഇത് യുവാക്കളുടെ മനസ്സിലുള്ള ഒരു വലിയ വിഷയമാണ്. നോക്കൂ, നീറ്റ് ചോദ്യപേപ്പർ ചോർന്നു. സാധാരണ നിലയിലാണെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. അത്രയ്ക്ക് വലിയ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ബീഹാറിലൊക്കെ തന്നെ വലിയ പരീക്ഷാ തട്ടിപ്പുകളാണ്. ഉത്തർപ്രദേശിലെ പരീക്ഷകളിലൊക്കെ തന്നെ വലിയ തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോഴാണ് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നു, ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. അത് സ്ഥിരീകരിക്കുന്നത് അവസാനം ടെസ്റ്റിംഗ് ഏജൻസി ആ പരീക്ഷ തന്നെ റദ്ദാക്കി. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുക്കാൻ ഇവിടെ ആളില്ല. അപ്പോൾ അത് കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയോഗ്യരായ, അനർഹരായ എത്ര ആളുകളായിരിക്കും ഈ അർഹരായ ആളുകളുടെ ഈ ഒരു സ്ഥാനങ്ങൾ തട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഭരണവർഗത്തിന്റെ അടിച്ചേൽപ്പിക്കലുകളാണ്. ഭരണവർഗം, അതായത് ഈ രാജ്യത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് നിൽക്കുന്നതാവില്ല. ഇതൊരു യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള പോരാട്ടമാണ്. എത്ര കുട്ടികളാണ് ഓരോ വർഷവും രാജ്യം വിട്ടുപോകുന്നത്. 10,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും ഇവിടെ പണിയെടുക്കേണ്ടി വരുന്ന, തൊഴിലെടുക്കേണ്ടി വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ, യുവാക്കളുടെ മാനസികാവസ്ഥ അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ തൊഴിൽ തേടി പോവുകയാണ്, വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. കോവിഡ് കാലത്തൊക്കെ തന്നെ ഓരോ വർഷവും 10,000-കണക്കിന് യുവാക്കളാണ് തൊഴിൽ തേടി പോകുന്നത്. എവിടെയാണ് തൊഴിൽ തേടി പോകുന്നത്? ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ തൊഴിൽ തേടി പോകുന്ന കുട്ടികളെ അന്വേഷിച്ച് ഞാൻ യാത്ര നടത്തിയിട്ടുണ്ട്. അവർ അവിടെ പണിയെടുക്കുന്നത് അവിടുത്തെ ഹോട്ടലുകളിലും അവിടുത്തെ ഗ്യാസ് സ്റ്റേഷനുകളിലും അവിടുത്തെ അതുപോലുള്ള ചെറുകിട സ്ഥാപനങ്ങളിലും റോഡ് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ക്ലീനിങ് ജോലികളുമൊക്കെയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. അവർക്ക് അവിടെയും വേറെ തൊഴിലില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ ആ തൊഴിൽ ചെയ്താൽ മാന്യമായ ശമ്പളം കിട്ടും, മാന്യമായ വേതനം കിട്ടും എന്നുള്ളത് കൊണ്ട് അവർ ആ തൊഴിൽ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അതേസമയം ഇവിടെ ഇന്ത്യയിൽ എത്ര വലിയ തൊഴിൽ ചെയ്താലും ഇതാണ് കിട്ടുന്ന ഒരു മാസ വേതനം, ഇതാണ് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ കുട്ടികൾ പ്രതിഷേധിക്കാതിരിക്കുക? എങ്ങനെയാണ് ഈ യുവാക്കൾ പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങാതിരിക്കുക? അപ്പോൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത എന്ന് പറയുന്ന ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ തലവൻ നടത്തിയ ഒരു പരാമർശം, ആ പരാമർശം ഇങ്ങനെയൊരു മുന്നേറ്റത്തിന് കാരണമായി. അതിന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തയ്ക്ക് ഒരു വലിയ താങ്ക്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. പാർട്ടികൾ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇൻസ്റ്റാഗ്രാമിൽ 22 കോടി കഴിഞ്ഞിരിക്കുന്നു. 2,10,00,000 പിന്നിട്ടിരിക്കുന്നു ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫോളോവേഴ്സ്. BJPക്ക് 8.7 മില്യൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 13.4 മില്യൺ. അവിടെയാണ് 21 മില്യണുമായി ഈ കോക്രോച്ച് പാർട്ടിയുടെ പോക്ക്. പാർട്ടികൾ വിപ്ലവകാരികളാണോ? ഇത് ഈ തലമുറയുടെ ശബ്ദമാണ്. നമ്മൾ ഒരു 3 ദിവസം മുമ്പ് ഈ കോക്രോച്ച് പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് 8.9 ആയിരുന്നു അവരുടെ ഇൻസ്റ്റ ഐഡിയുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. 8.9 മില്യൺ ആയിരുന്നു. അതായത് എപ്പോഴാണോ കോക്രോച്ച് പാർട്ടിയുടെ ഫോളോവേഴ്സ് BJP ഫോർ ഇന്ത്യയെ ഓവർകം ചെയ്തത്, അപ്പോഴാണ് വലിയ തോതിൽ ഇത് ചർച്ചയായി തുടങ്ങിയതും സമൂഹ മാധ്യമങ്ങളിലാകെ കേരളത്തിൽ ഉൾപ്പെടെ ഇത് നിറയുകയും ചെയ്തത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന 5 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർക്ക് പാരിതോഷിക പദവികൾ നൽകരുത് എന്നുള്ളത്. രണ്ടാമത്തേത്, ഒരു പൗരന്റെ വോട്ടവകാശം എടുത്തു കളഞ്ഞാൽ
തിരഞ്ഞെടുപ്പ് കമ്മീഷനെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി സ്ത്രീകൾക്ക് 50% റിസർവേഷൻ വേണം. ഗോദി മാധ്യമങ്ങൾക്ക് പകരം സ്വതന്ത്ര മാധ്യമങ്ങൾ വേണം. ജയിച്ച ശേഷം കൂറുമാറ്റം നടത്തുന്ന ജനപ്രതിനിധികളെ 20 വർഷത്തേക്ക് ബാൻ ചെയ്യണം. ഇതിൽ ആദ്യത്തെ നോക്കൂ, റിട്ടയർ ചെയ്യുന്ന ജഡ്ജിമാർക്ക് പാരിതോഷിക പദവികൾ നൽകരുത്. അതിൽ ഒന്നാമത്തതിന്റെ കാര്യം എന്തുകൊണ്ടാണ് ജുഡീഷ്യറി ആദ്യമായിട്ട് ലക്ഷ്യം വെക്കുന്നത്? കാരണം ഇത് അതെ, ഇതൊരു ചീഫ് ജസ്റ്റിസ് പാർട്ടിയാണ്. PR സുനിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ? നമുക്കൊരു പക്ഷേ രാഷ്ട്രീയ നേതൃത്വത്തിൽ വിശ്വാസമുണ്ടായിരിക്കില്ല. നിയമ സംവിധാനം പ്രാവർത്തികമാകുന്ന രീതിയെക്കുറിച്ച് നമുക്ക് സംശയങ്ങളുണ്ടാകും. പക്ഷേ നമുക്ക് നിയമത്തിലും രാജ്യത്തിന്റെ സുപ്രീം പവറായ ഏറ്റവും അവസാനത്തെ തീരുമാനം പ്രഖ്യാപിക്കേണ്ട സുപ്രീം കോടതിയിലുമൊക്കെ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ടാകും, നിയമം കാവൽ നിൽക്കുമെന്ന്. അവിടെ നിന്നാണ് ആ പരാമർശം വരുന്നത്. അത് വലിയ തോതിൽ വേദനിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയെ നമ്മൾ അവസ്ഥാനത്തെ ആശ്രയമായി കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു പരാമർശം വരുമ്പോൾ അവരവരുടെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പോലും നമുക്ക് സമാധാനിക്കാൻ കഴിയില്ല. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം അവിടെ നിന്നാണ്, അങ്ങോട്ടാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് വോട്ടവകാശം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സർവീസ് വോട്ടുകൾ എത്ര എണ്ണം ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്? 21,000. അപ്പോൾ ഒരു പൗരന്റെ വോട്ടിന് ജനാധിപത്യത്തെ നിർണ്ണയിക്കാൻ അവകാശമുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുഞ്ഞു സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ 21,000 പേരുടെ വോട്ടവകാശമാണ് നിഷേധിക്കപ്പെട്ടത്. UAPA പ്രകാരം അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത്. ഇതൊക്കെ എക്സ്ട്രീമാണ്, ശരിയാണ്. പക്ഷെ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ആ വാർത്ത വരുന്ന സമയത്ത് ഞാൻ നമ്മളുടെ റിപ്പോർട്ടറിനോട് പറയുന്നത്, ഒരാൾക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ നിർണയാവകാശം അർഹതയുണ്ടായിട്ട് ഇല്ലാതാകുകയാണെങ്കിൽ, അവർക്കത് ചെയ്യാൻ കഴിയാതെ പോവുകയാണെങ്കിൽ ജനാധിപത്യത്തിന് എന്താണ് മൂല്യം, അതിന്റെ സുതാര്യതയ്ക്ക് എന്താണ് മൂല്യം എന്നുള്ളതൊരു ചോദ്യമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഈ വലിയ തരംഗമായതിന് പിന്നാലെ മീഡിയ ഇന്റർവ്യൂവിന് വേണ്ടി സമീപിക്കുന്നവർ പറയുന്നത് അറിയുമോ? ഗോദി മീഡിയയ്ക്ക് ഇന്റർവ്യൂ ഇല്ല. നമ്മൾ എത്ര ആളുകളെ കാണുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുന്നുണ്ട്, രാഷ്ട്രീയക്കാരെ കാണുന്നുണ്ട്, മാധ്യമപ്രവർത്തകരെ തന്നെ കാണുന്നുണ്ട്. നമ്മളിലേക്ക് ലൈം ലൈറ്റ് വീഴുന്ന സമയത്ത് നമ്മളെല്ലാവരും അതിനോട് പ്രതികരിക്കാൻ നിൽക്കും. എന്തുകൊണ്ടാണ്? ആളുകൾ നമ്മളെ കാണണമെന്ന ആഗ്രഹത്തിൽ. പക്ഷെ അവർക്ക് ഇതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിനകം 5-6 ദിവസം കൊണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ശക്തിയായി അവർ മാറിയിരിക്കുന്നു എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ് മറ്റുള്ളവരുടെ വഴിയിലൂടെ ഞങ്ങളിലേക്ക് ആരും വരേണ്ട എന്ന തീരുമാനം അവരെടുക്കുന്നത് എന്നതാണ് പ്രധാനം. നോക്കൂ, ജെൻസി അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഉത്തരവാദിത്തമില്ലാത്തവരല്ല. നമ്മൾ തലമുറ എടുത്തു നോക്കുകയാണ് എങ്കിൽ അവർക്ക് രാജഭരണത്തോട് പോരാടേണ്ടതില്ല, അവർക്ക് കൊളോണിയൽ ഭരണത്തോട് പോരാടേണ്ടതില്ല, അവർക്ക് അതിനുശേഷം ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥകളോട്, സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു സമൂഹം എന്ന നിലയ്ക്കുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളോട് പോരാടേണ്ടതില്ല, അവർക്ക് വലിയ വർഗീയ കലാപങ്ങളോട് ആ നിലയ്ക്ക് ഈ പതിറ്റാണ്ടിൽ പോരാടേണ്ടി വരുന്ന സാഹചര്യമില്ല, അവർക്ക് പട്ടിണിയോട് പോരാടേണ്ടി വരുന്നില്ല, അവർക്ക് പത്തേമാരിയിൽ കയറി ഗൾഫിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ അരക്ഷിതമായി പോകേണ്ടി വരുന്നില്ല. ഇങ്ങനെ വലിയ യുദ്ധങ്ങളല്ല അവർക്കുള്ളത്. അഡ്രസ്സ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ആവശ്യമാണ്. നമ്മൾ ഈ തലമുറയുടെ ഭാഷയെ കേൾക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഈ ജെൻസി കുട്ടികളിലേക്ക് മദ്യവും ലഹരി മരുന്ന്, ഈ കെമിക്കൽ ലഹരി അടക്കമുള്ളവ വരുന്ന, രാസലഹരി വരുന്ന സമയത്ത് നമ്മളെന്താ പറയുന്നത്? നമ്മളവരെ കേൾക്കുന്നില്ല. കോവിഡാനന്തരമുള്ള കുഞ്ഞുങ്ങളുടെ യുദ്ധങ്ങൾ എന്താണെന്ന് നമുക്കറിയുന്നില്ല, അവരുടെ ഭാഷ എന്താണ്, അവരുടെ വികാരം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയമാണ്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ, അവരോട് സംവദിക്കാതെ, ഈ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല എന്ന വിപ്ലവഗാനമൊന്നും പാടാൻ നിൽക്കില്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന്, കോർണറുകളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അവർ ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നുണ്ട്. നമ്മുടെ നാടിന് ആ നിലയ്ക്കുള്ള അട്ടിമറികൾ നമുക്ക് വേണ്ടതില്ല. പക്ഷേ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവേണ്ടതുമുണ്ട്. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. സ്വാഭാവികമായും ജനാധിപത്യത്തിലൂടെ, പാർലമെന്ററി രാഷ്ട്രീയത്തിലൂടെ, ഈ പറയുന്ന ആം ആദ്മി പോലെയുള്ള കടന്നുവരവുകളാണ് എങ്കിൽ ശരി, അല്ലെ, പ്രൊട്ടസ്റ്റുകളിലൂടെ തന്നെ വരട്ടെ. പക്ഷേ അട്ടിമറികൾ എന്ന് പറയുന്നത് സംഭവിക്കാൻ പാടില്ലാത്തതുമാണ്. അതൊരു രാജ്യത്തിന്റെ സ്വൈര്യ ജീവിതത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും സാമ്പത്തിക താല്പര്യത്തിനും സാമൂഹ്യ താല്പര്യത്തിനും ഒക്കെ വിരുദ്ധമായിരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാകാതെ അവരെ ആ തരത്തിലുള്ള നിർബന്ധിതാവസ്ഥകളിലേക്ക് തള്ളിവിടാതെ നമ്മൾ ഈ പറയുന്ന പോലെ വലിയ മർക്കടമുഷ്ടിയോടുകൂടി അവരെ നേരിടാൻ പോയാൽ സമൂഹം എന്ന നിലയ്ക്കും രാഷ്ട്രീയം എന്ന നിലയ്ക്കും നമ്മൾ പരാജയപ്പെട്ടു പോകും എന്നതാണ്. അപ്പോൾ ഈ തലമുറ, സിസ്റ്റം അവഗണിച്ച ഈ തലമുറ, തൊഴിലില്ലായ്മയുടെ പേരിൽ വേദനിക്കുമ്പോൾ പരിഹസിക്കുന്ന സിസ്റ്റമുള്ള, അവർ അവഗണിച്ച, അവർ പരിഹസിക്കാൻ ശ്രമിച്ച, അധിക്ഷേപിക്കാൻ ശ്രമിച്ച ഈ തലമുറയുടെ രാഷ്ട്രീയം അവർ ഉറക്കെ പറയുകയാണ്. അതിനവർക്ക് നമ്മുടെ മാധ്യമങ്ങൾ വേണ്ട, നമ്മൾ സംവദിക്കുന്ന മാധ്യമങ്ങൾ വേണ്ട, അവർക്ക് അവരുടേതായ രീതിയുണ്ട്. പിന്നെ ഈ 2 കോടിയിലധികം എന്ന് പറയുന്നത് മുഴുവൻ കോക്രോച്ചുകളാണോ? അങ്ങ് ഫോളോ ചെയ്തിട്ടില്ലേ? ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്?
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി കൂടിയാണ്. അവരെന്തിനാണ് ഒരുമ്പെടുന്നത്, എന്താണ് അവരെ നയിക്കുന്നത്, എന്താണ് അവരുടെ ആശയം, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി കൂടിയാണ്. അല്ലാതെ ബംഗളൂരുവിൽ അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നിടത്തേക്ക് ഞാനോ അങ്ങയോ അടക്കമുള്ള ഫോളോവേഴ്സ് എല്ലാവരും ഇറങ്ങിപ്പോകില്ല. പക്ഷേ പോകുന്നവരും ഉണ്ടാകും എന്നതാണ് നമ്മൾ അവിടെയും കൂടി മനസ്സിലാക്കേണ്ടത്. അഭിജിത്ത് ദീപ്കയ്ക്ക് വധഭീഷണി വരികയാണ്. ആർക്കാണ് അതിന്റെ താല്പര്യം എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങൂ, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കാൻ തയ്യാറാകൂ എന്ന ഒരു പേജ് സ്ഥാപിച്ച ഒരാളോട്. അദ്ദേഹം ഒരു ജേർണലിസം സ്റ്റുഡന്റ് ആയിരുന്നു പൂനെയിൽ, ഇപ്പോൾ PR-ൽ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതൊരു ഈ ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആയുധം കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതവർക്ക് സ്വന്തമായിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനെ നമ്മൾ സാഗൂതം വീക്ഷിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രധാനം. ഭീഷണി, അധിക്ഷേപം, ജാത്യധിക്ഷേപം ഉണ്ടാകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ആഗയാദ കാർഡ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ദളിതനാണ് എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ദാ വന്നല്ലോ ജാതിക്കാട് എന്ന് പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബംഗളൂരുവിലെ ആഹ്വാനം എങ്ങനെ കണ്ടുപോകും എന്നെനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ തുടർച്ച നല്ല ഗതിക്കായിരിക്കില്ല. നമ്മൾ പരാജയപ്പെടുന്നിടത്ത് അവരും പരാജയപ്പെട്ടു പോകും. അവർ നമ്മുടെ രാജ്യത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് എന്നതുകൂടി ആലോചിക്കുന്നുണ്ട്. 30 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥ, ചെറുപ്പക്കാരുടെ മാനസികാവസ്ഥ, അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഒരു രാജ്യം, സമൂഹം എന്ന നിലയ്ക്ക് കാണേണ്ടതാണ്. പഠിക്കുന്ന കുട്ടികളാണ്, തൊഴിൽ നേടാൻ നോക്കുന്നവരാണ്, സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്, ജീവിക്കണമെന്ന ആഗ്രഹവും പ്രതീക്ഷയുമുള്ളവരാണ്. കൗമാരകാലത്തിന് സമയം മുതൽ ഒരു യുവാവിൻ്റെ, യുവതിയുടെ മനസ്സിൽ ലോകത്തോടുള്ള വീക്ഷണം ഉണ്ടാകുന്നത്ര വലിയ ഇന്ദ്രജാലം ലോകം കണ്ടിട്ടില്ല. അതിനോട് പ്രതിപ്രവർത്തിച്ച് മാത്രമാണ് ലോകത്ത് രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത്, മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കാരും പറഞ്ഞു തരേണ്ടതുമില്ല. അപ്പോൾ നമ്മൾ അവരെ വീക്ഷിക്കുക, അവരുടെ ആവശ്യങ്ങളോട് പ്രതിപ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം എന്നുണ്ട്. ഇനി വേറെ ഒന്നുകൂടിയുണ്ട്. ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അവർ അട്ടിമറിക്കൊരുങ്ങും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സമൂഹം അവർക്ക് സംവദിക്കാനുള്ള വേദികളെ അടച്ചിട്ടുകൊണ്ടല്ല നമ്മൾ അവരെ നേരിടേണ്ടത് എന്ന വാക്ക് പോലും തെറ്റാണ് അല്ലെ. നമ്മൾ അവരോട് സംവദിക്കേണ്ടത് അവരുടെ വേദികളെ അടച്ചിട്ടുകൊണ്ടല്ല. നമ്മൾ അവരുടെ വേദികളിലേക്ക് പോവുകയും അവരോട് സംവദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കുകയുമാണ് വേണ്ടത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിയുടെ രാജി അവർ ആവശ്യപ്പെടുകയാണ്. തെറ്റാണോ? വേറെ ഏതെങ്കിലും ഒരു രാജ്യത്താണെങ്കിൽ ഇന്ന് ആ മന്ത്രി ആ സ്ഥാനത്ത് തുടരുമോ? 10-20 ലക്ഷം കുഞ്ഞുങ്ങളുടെ ഭാവി വെച്ച് ഉത്തരവാദിത്തമില്ലാതെ പ്രവർത്തിച്ച ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവിടെ നിലനിൽക്കുമോ? കുറച്ച് പേർ അറസ്റ്റിലാവുന്നു എന്നുള്ളതല്ല, അതൊരു സംവിധാനത്തിനുണ്ടായ വീഴ്ചയാണ്. ആ നിലയ്ക്ക് അതിൻ്റെ ഉത്തരവാദിത്തം രാഷ്ട്രീയമായി ഏറ്റെടുക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. നമ്മുടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള കായിക താരങ്ങൾ അവരുടെ ആത്മാഭിമാനത്തിന് വില പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി നിന്നില്ലേ? മുടി മൊട്ടയടിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അതിനോടൊക്കെ ഈ രാജ്യം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നൊരു ചോദ്യമില്ലേ? ഈ ഉള്ളു നോകുന്ന വേദന എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് സ്ക്രീനിലേക്ക് മാത്രം ചുരുക്കി വെച്ച് തല കുമ്പിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു പ്രക്ഷുബ്ധതയുണ്ട്. അതിനെ കൂടി കാണാനും കേൾക്കാനും തയ്യാറെടുക്കുന്നിടത്താണ് നമുക്ക് ഈ കാലത്തിന്റെ രാഷ്ട്രീയം മനസ്സിലാകുന്നത്. അതിനോടുകൂടി പ്രതിപ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാലം കടന്ന് വളർന്നു എന്ന് അവകാശപ്പെടുന്നത്. ഓക്കെ, നമുക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. കോക്രോച്ച് ജനതാ പാർട്ടി വിപ്ലവ പാർട്ടികളോ എന്നാണ്. പാർട്ടികളാണോ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോക്രോച്ചസ് എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ പാർട്ടികൾ പരിണാമത്തിൻ്റെ വിവിധ ദശകളിലെ അത്ഭുത ജീവികളാണ്. അവർ സർവൈവർ സ്പീഷീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏത് പ്രതിസന്ധി വന്നാലും അതിനെ അതിജീവിക്കാനുള്ള അപാരമായ ഉൾക്കരുത്തുള്ള ജീവിയാണ് കോക്രോച്ചസ്. ആ കോക്രോച്ചസിന് മാത്രമാണ് പരിണാമത്തിൻ്റെ ദശാരൂപങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന വിധം അതിജീവിച്ച് കടന്നെത്തിയവർ. അപ്പോൾ ഒരു സർവൈവർ സ്പീഷ്യസ് ആണ് ഈ കോക്രോച്ചസ്. ഇതറിയാതെയാണ് സൂര്യകാന്ത് മിശ്ര ഈ ചെറുപ്പക്കാരെ, പ്രത്യേകിച്ച് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ, സോഷ്യൽ മീഡിയയിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരെ, വിവരാവകാശം കൊടുത്ത് നടക്കുന്നവരെ, ആക്ടിവിസ്റ്റുകളെ കോക്രോച്ചസ് എന്ന വാക്ക് ഉപയോഗിച്ചത്. സോ ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോക്രോച്ചസ്. ദേ ആർ റിയൽ സർവൈവർ സ്പീഷ്യസ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വിപ്ലവ പാർട്ടികളാണോ എന്ന ചോദ്യത്തിന് നമുക്ക് പൂർണ്ണമായും വിധി പറയാറായിട്ടില്ല. പക്ഷേ അപാരമായ സംഘാടന ഊർജം നിലവിൽ ഈ കോക്രോച്ചസിനുണ്ട് എന്നുള്ളതാണ്. അവർ ഭരണകൂടത്തെ ഭയപ്പെടുത്തിയിരിക്കുന്നു, ഭരണകൂടം ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യം പാർലമെന്റിൽ സംഭവിക്കുന്ന ചോദ്യോത്തരങ്ങളിലൂടെയല്ല, തെരുവുകളിലെ അശാന്തികളിലൂടെ, തെരുവുകളിലെ പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ, തെരുവുകളിൽ ഉയരുന്ന മുദ്രാവാക്യങ്ങളിലൂടെ, സംഘാടനത്തിലൂടെ, മനുഷ്യച്ചങ്ങലയിലൂടെയാണ് ജനാധിപത്യം അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കാൻ വേണ്ടിയുള്ള യാത്ര തുടരുന്നത്. ആ അർത്ഥത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ വരവിനെ സ്വാഗതം ചെയ്യുകയാണ്.
പ്രായം കൂടി പോയി, ഇല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടിയിൽ ഒരു പക്ഷേ അവർക്കൊപ്പം ഇറങ്ങി നിന്ന് മുദ്രാവാക്യം വിളിക്കണമെന്ന് തോന്നുന്നുണ്ട്. 2 കാരണങ്ങളാലാണ്. കാരണം രൂപം കൊണ്ട് 3-ാം നാൾ രാജ്യത്തെ ഭരണകൂട പാർട്ടിയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവുക, 6 ദിവസമാകുമ്പോഴേക്കും 2 കോടിയിലധികം ഫോളോവേഴ്സുമായി മുന്നോട്ട് പോവുക. ഇതിനകം തന്നെ വിവിധ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അഭിജിത് ദീപ്കയ്ക്കെതിരെ വരിക. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഭരണകൂടം ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ചെറുപ്പക്കാരെ. അഭിജിത് ദീപ്കെ ഒരു ജെൻസി ഒന്നുമല്ല, മില്ലേനിയൻ കിഡാണ്. 30 വയസ്സായി. 95-ലായിരുന്നു ജനനം. 96 വരെയാണല്ലോ മില്ലേനിയം ജനറേഷൻ. അത് കഴിഞ്ഞാണ് പിന്നീട് ജെൻസിയും ആൽഫയും ഒക്കെ വരുന്നത്. പക്ഷേ ജെൻസിക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഭാഷയിൽ, പുതുതലമുറയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഭാഷയിൽ കോക്രോച്ച് ജനതാ പാർട്ടി ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഏതു ഭരണകൂടവും സൂക്ഷിച്ചു കേൾക്കേണ്ടതാണ്. 2010-ൽ ടുണീഷ്യയിൽ ഒരു മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായി. എന്താ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടാവാനുള്ള കാര്യം? മുഹമ്മദ് ബോസിസി എന്ന് പറയുന്ന 26 വയസ്സുള്ള ഒരു ഉന്തു കച്ചവടക്കാരൻ, അയാളുടെ വണ്ടി പോലീസ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട തർക്കം. ഒടുവിൽ ആ മനുഷ്യൻ ആത്മാഹുതി ചെയ്തു. ആ ആത്മഹത്യയുടെ തീജ്വാലകളാണ് പിന്നീട് ടുണീഷ്യൻ നഗരത്തെ മുഴുവൻ ചുട്ടരിക്കും വിധത്തിലുള്ള വിപ്ലവ കൊടുങ്കാറ്റായി മാറിയത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഒടുവിൽ ടുണീഷ്യൻ ഭരണാധികാരിക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു 2010-ൽ. അത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അത് നേരെ ഹൊസ്നി മുബാറക്കിന് ഈജിപ്തിലേക്ക് പടർന്നു. അത് പാപ്പിറസ് വിപ്ലവമായി മാറി. ടുണീഷ്യയിലെ മുല്ലപ്പൂ വിപ്ലവം ഈജിപ്തിലെ പാപ്പിറസ് വിപ്ലവമായി മാറി. നമ്മൾ ശ്രീലങ്കയിൽ കണ്ടു ഭരണകൂടത്തിനെതിരെയുള്ള പ്രതിഷേധം. പ്രസിഡന്റിന്റെ രാജകൊട്ടാരത്തിന്റെ സ്വിമ്മിംഗ് പൂളിൽ സാധാരണ ജനത നീന്തി തുടിക്കുന്ന കാഴ്ച കണ്ടു. നേപ്പാളിൽ കണ്ടു ജൻസി പ്രതിഷേധം, പ്രക്ഷോഭം. അപ്പോൾ ജൻസി ആണെങ്കിലും പുതിയ തലമുറയാണെങ്കിലും ജനരോഷം എന്ന് പറയുന്നത് ഒരു പ്രളയം പോലെയാണ്. ജനങ്ങൾക്ക് രോഷം സംഭവിച്ചാൽ, അവർ കോപാകുലരായാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പാർലമെന്റിൽ വരൂ, സമ്മതിക്കാം, ജന്തർ മന്ദിറിൽ പോകൂ, അവിടെ നിങ്ങൾ സംഘടിക്കാം എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ്. 2 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നത്. ഒന്ന്, രൂപം കൊണ്ട് ചുരുങ്ങിയ നാൾ കൊണ്ട് തന്നെ അവർ ആരെയാണോ ഭയപ്പെടുത്താൻ, അവരാരെയാണോ അസ്വസ്ഥരാക്കേണ്ടത് അവർ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പച്ച കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് കോക്രോച്ച് ജനതാ പാർട്ടി നേരിടുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഏറ്റവും ഒടുവിലത്തെ ഫോളോവേഴ്സ് നോക്കുമ്പോൾ 21 മില്യൺ കടന്നിരിക്കുന്നു നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത്. അതായത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയേക്കാൾ ഏകദേശം 3 മടങ്ങ് ഫോളോവേഴ്സ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ പാർട്ടി യുവമോർച്ചയുടെ നേതാവ് ഒരു കള്ളവുമായിട്ട് വന്നിരിക്കുക. എന്താ പറയുന്നത് അറിയാമോ? പുറത്തു നിന്നുള്ളവരാണ്. കോക്രോച്ച് ജനതാ പാർട്ടി പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. താജീന്ദർ ബാഗ എന്ന് പറയുന്ന യുവമോർച്ചയുടെ നേതാവ് പറയുന്നു അതിൽ 49% പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ആളുകളാണ് പിന്തുണയ്ക്കുന്നത് എന്ന്. എന്നാൽ യഥാർത്ഥ കണക്ക് വളരെ പെട്ടെന്ന് തന്നെ അഭിജിത് ദീപ്കെ പുറത്തുവിട്ടു. ഇപ്പോൾ ഉള്ളവരിൽ 94% ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാരാണ്. എന്തിനേറെ നമ്മുടെ ഈ കൊച്ചി CJP കൊച്ചിയുണ്ട്, CJP അട്ടപ്പാടിയുണ്ട്. ഞാനെടുത്ത് നോക്കിയപ്പോൾ 100 പേര് അവിടെ ഫോളോവേഴ്സായിട്ട് CJP അട്ടപ്പാടിയിലുണ്ട്, CJP കൊച്ചിയിലുണ്ട്, CJP തിരുവനന്തപുരമുണ്ട്, CJP കേരളമുണ്ട് എന്നുള്ളതാണ്. നമ്മളൊക്കെ എന്താ പാകിസ്ഥാൻകാരാ? അപ്പോൾ ഈ താജീന്ദർ ബാഗ പറയുന്നത് പോലെ അത് ഒരു പാകിസ്ഥാൻ ജനറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഹറിയത്തിൻ്റെ ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിൻ്റെ പ്രസ്ഥാനമല്ല. അതിൻ്റെ ഫോളോവേഴ്സ് പാകിസ്ഥാൻകാരുമല്ല. 94% ഇന്ത്യക്കാരാണ്, 1% അമേരിക്ക, 0.7% UK. ഇതാണ് ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ രാജ്യം തിരിച്ചുള്ള കണക്ക്. അതുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞു തുടങ്ങുന്നു ഭരണകൂടം എന്ന് പറഞ്ഞാൽ, ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പോട്ടേക്ക് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വിയോജിപ്പുകളെ വിദ്രോഹമായി കാണുന്നതിൻ്റെ പേരാണ് ഫാസിസം. അർത്ഥ ഫാസിസത്തിൽ നിന്ന് പൂർണ്ണ ഫാസിസത്തിലേക്ക് ഒരു രാജ്യം പോകുമ്പോൾ കുറച്ച് ചെറുപ്പക്കാര് കോക്രോച്ചസ് ആണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ അഡ്രസ്സ് ചെയ്യേണ്ട, വർത്തമാനകാല തലമുറ അഡ്രസ്സ് ചെയ്യേണ്ട മുദ്രാവാക്യങ്ങളല്ലേ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ അവരുടെ 1-2-3 പ്രധാനപ്പെട്ട ടാഗ് ലൈനുകൾ കണ്ടു. അവരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? എ പാർട്ടി ഫോർ ദ സിസ്റ്റം ഫോർ ഗോ ടു കൗണ്ട്. വ്യവസ്ഥ മറന്നുപോയ മനുഷ്യർക്ക് വേണ്ടിയുള്ള പാർട്ടി. 5 ഡിമാൻഡുകൾ, 5 ഡിമാൻഡ്സ്. ആ ഡിമാൻഡുകൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അതിൽ 0 സ്പോൺസറാണ് എന്നാണ്. ആരും ഇലക്ട്രൽ ബോണ്ടുമായി തീ വഴിക്ക് വരണ്ട, ഞങ്ങളെ ആരും സ്പോൺസർ ചെയ്യേണ്ട, 0 സ്പോൺസർ എന്നുള്ളതാണ്. ഒരാൾ പോലും ഈ പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ല. അവിടെയും BJP ശക്തമായ ആക്ഷേപമായിട്ട് വരിക. ഇയാളെ വിളിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? അഭിജിത് ദീപ്കെ ഒരു ISI അസറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ISI അസറ്റാണ്, ഹറിയത്ത് കോൺഫറൻസിന്റെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻകാരും ഈ ശൈലിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് അവിടുത്തെ ജനത അവിടെയും തുടങ്ങിയിട്ടുണ്ട് ഒരു കോക്രോച്ച് പാർട്ടി. കോക്രോച്ച് അവാമി പാർട്ടി എന്നാണ് പാകിസ്ഥാനിലെ പാർട്ടിയുടെ പേര്. അപ്പോൾ ഇന്ത്യയിലുള്ള കോക്രോച്ച് പാർട്ടി അഥവാ ഈ ഇന്ത്യക്കാരനായ അഭിജിത് ദീപ്കെ അമേരിക്കയിൽ ഇരുന്ന് ഉണ്ടാക്കിയൊരു പ്രസ്ഥാനത്തിന് ഇന്ത്യയിലാണ് ആരാധകരേറെ.
വീണ്ടും വരുന്നു. രാജ്യത്തിന് പുറത്തുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പണം വാങ്ങി പ്രവർത്തിക്കുന്ന 3 പേരല്ലേ ധ്രുവരഥി ജർമ്മനിയിൽ താമസിക്കുന്നു, രാഷ്ട്രവിരുദ്ധ ശക്തിയുടെ ഏജന്റാണ് എന്ന് പറയുന്നു. രണ്ടാമത്തത് അർപ്പിത് ശർമ്മ. ഇപ്പോൾ ഈ CJK പിന്തുടരുന്ന പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അർപ്പിത് ശർമ്മ. ഓസ്ട്രേലിയയിലാണ്. ആ അർപ്പിത് ശർമ്മയും രാഷ്ട്രവിരുദ്ധ ശക്തിയുടെ ഏജന്റാണ്. ഉമ്പട്ടേക്കോ പറയുന്നു വിയോജിപ്പുകൾ വിദ്രോഹമായിട്ട് മാറുകയും നിങ്ങൾ എപ്പോഴാണോ പ്രതികരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ രാജ്യദ്രോഹികളായിട്ട് മാറുകയും ചെയ്യുന്നു. രാജ്യദ്രോഹികളുടെ ചാപ്പേടിച്ചു കൊടുത്തിരിക്കുകയാണ് ധ്രുവരഥിക്ക്, അർപ്പിത് ശർമ്മയ്ക്ക്, അഭിജിത് ദീപ്കയ്ക്ക്. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ CJP എന്ന് പറയുന്ന പാർട്ടി ഭരണകൂടത്തെ ഭയപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു, അസ്വസ്ഥതയുണ്ടാക്കിയിരിക്കുന്നു. അതും പിറന്ന 6ാം നാൾ, ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല. ഇങ്ങനെ ഏത് പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അണ്ണാ ഹസാരെ മൂവ്മെന്റ് തെരുവിൽ എത്ര നാളാണ് പ്രതിഷേധം നടത്തിയത്? അതിനുശേഷമല്ലേ വലിയൊരു മാറ്റം. പക്ഷേ അണ്ണാ ഹസാരെ മൂവ്മെന്റിനെ വലതുപക്ഷ ശക്തികൾ റാഞ്ചിക്കൊണ്ടുപോയി. അതിന്റെ നെറ്റ് റിസൾട്ട് എന്ത് സംഭവിച്ചു? BJP അധികാരത്തിൽ വന്നു. അതിനെ ഏതെങ്കിലും തരത്തിൽ മതേതര കക്ഷികൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ പോയി. അണ്ണാ ഹസാരെ ക്യാമ്പയിന് ആം ആദ്മി പാർട്ടി ഉണ്ടായെങ്കിലും താൽക്കാലിക വിപ്ലവമായി തീർന്നു. ഇതാ നോക്കൂ, സീറോ സ്പോൺസർ പ്രധാനപ്പെട്ട അജണ്ടയാണ്. മറ്റൊന്ന് ഓൺ സ്റ്റബോൺ സ്വാം, ദൃഢം നിശ്ചയം ചെയ്ത ഒരു കൂട്ടമാണ് ഞങ്ങൾ, റിസൈലൻസ് ഉള്ള ഉൾക്കരുത്തുള്ള ഒരു വിഭാഗമാണ് ഞങ്ങൾ. They called us cockroaches, we made it our name. അവർ ഞങ്ങളെ പാർട്ടികൾ എന്ന് വിളിച്ചു, ഞങ്ങളത് അന്തസ്സോടെ ഞങ്ങളുടെ പേരാക്കി മാറ്റി. സീറോ സ്പോൺസർ, സെക്യുലർ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, ലേസി. നമ്മളെപ്പോഴും പറയില്ല, പുതിയ തലമുറയിലെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന മനുഷ്യരെന്നല്ലേ. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായിട്ട് പറയുന്നത് എന്താ അറിയോ? 11 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്നവരാണെങ്കിൽ, സോഷ്യൽ മീഡിയ ഉള്ളവരാണെങ്കിൽ, ബാത്റൂമിൽ പോകുന്ന സമയം ഒഴിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവരാണെങ്കിൽ, കം ഓൺ ആൻഡ് ജോയിൻ കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ അലസരായിരിക്കുന്ന, ഇൻസ്റ്റാഗ്രാമും റീലും നോക്കിയിരിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങൾ വെറും പാഴികളാണെന്ന് കണ്ടവർക്കുള്ള മറുപടി കൂടിയാണ്. ആ തലമുറ ഇറങ്ങി വന്ന് പറയുന്നു, ഞങ്ങൾക്ക് ഈ ഭരണകൂടത്തെ ചലിപ്പിക്കാൻ, ഭരണകൂടത്തെ മാറ്റാനുള്ള ശക്തിയുണ്ട് എന്ന് പറയുന്നു. യൂണിറ്റി, റിസൈലൻസ്, പ്രോഗ്രസ്, ടുഗദർ വി സർവൈവ് എന്നുള്ളതാണ് അവരുടെ മോട്ടോ. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഇതുവരെ വന്നിരിക്കുന്ന ആശയങ്ങൾ പ്രകാരം അവർ മുന്നോട്ട് വയ്ക്കുന്ന തൊഴിലിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം വേണം. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരത്തെ പിയാസുനില കണക്ക് പറഞ്ഞു. ബിരുദധാരികളിൽ 40% തൊഴിലില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. 29 വയസ്സിൽ താഴെയുള്ളവരിൽ 15.3% ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. 15 വയസ്സിന് മുകളിലുള്ള 5.2% മൊത്തം നോക്കിയാൽ തൊഴിലില്ലായ്മയുള്ള നാടാണ്. ആ നാട്ടിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ പറയുന്നത് മൊത്തം വരുമാനത്തിൻ്റെ ഏകദേശം 58% നിയന്ത്രിക്കുന്നത് നമ്മളുടെ വരുമാനത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന 10% മനുഷ്യരാണ്. 10% of the rich controls 58% of Indian resources എന്നുള്ളതാണ്. താഴെ തട്ടിലുള്ള 50% ആകെ കിട്ടുന്നതാവട്ടെ 15% വരുമാനവും. ഇത്രയും വലിയ സാമ്പത്തിക അസമത്വമുള്ള നാട്ടിൽ BJPക്ക് ബദലായി CJP പറയുന്ന ടാഗ്ലൈനാണ്, നിങ്ങൾ ദാവോസിലേക്ക് അവധിക്കാലം ചെലവഴിക്കാൻ പോകുന്ന ഭരണകൂടങ്ങളെയല്ല, ടാക്സ് പേയേഴ്സിന്റെ പണം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. തൊഴിൽ ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്ന ഒരു തലമുറയായി CJP മാറുന്നു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ റിഫോം വേണ്ടേ? 17 കുഞ്ഞുങ്ങൾ ജീവൻ നഷ്ടപ്പെടുത്തിയില്ലേ? ഈ നീറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ട്രെസ്സിൽ ഒരു തലമുറ മുഴുവൻ തകർന്നിരിക്കുകയല്ലേ? എന്നിട്ട് എന്താണ്? ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ നീറ്റ് പരീക്ഷ വീണ്ടും ഒരിക്കൽ കൂടി നടത്തുമെന്ന് ഒഴിവ് കഴിവുകൾ പറഞ്ഞു പോവുകയാണ്. ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗി തെറ്റിയപ്പോൾ ഈ രാജ്യത്തെ റെയിൽവേ മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. ഇവിടെയാണ് നീറ്റ് പരീക്ഷ കൂട്ടത്തോടെ താളം തെറ്റിയപ്പോൾ ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, നീറ്റ് ചോർച്ചയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്നുള്ളതാണ് CJP പറയുന്നത്. അനുകൂലിക്കാവുന്നതല്ലേ? മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രസ് ഫ്രീഡം വേണം. നേരിട്ട് അറ്റാക്ക് ചെയ്യുക പ്രധാനമന്ത്രിയെ. എന്താ പറഞ്ഞിരിക്കുന്നത് വെബ്സൈറ്റിൽ എന്നറിയാമോ? എ പ്രൈം മിനിസ്റ്റർ ഹു ഫേസസ് റിയൽ പ്രസ്. ഞങ്ങൾക്ക് വേണ്ടത് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു യഥാർത്ഥ പ്രധാനമന്ത്രിയാണ്. 12 വർഷം ഒരൊറ്റ പത്രസമ്മേളനങ്ങളും അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രിയല്ല, ഉത്തരം നൽകാൻ കഴിവുള്ള നേതാവിനെയാണ് രാജ്യത്തിന് വേണ്ടതെന്ന് പറയുന്നു. അനുകൂലിക്കാവുന്നതല്ലേ? പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 4, ജുഡീഷ്യറിയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നവരാൽ ആവണം. ഡിഗ്നിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂഷണൽ. ഭരണഘടനാപരമായി കിട്ടിയതാണ് ഞങ്ങളുടെ മഹത്വം. അവിടെ കോക്രോച്ചസ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ പൗരന്മാർ പാറ്റയല്ല, ഇത്തിൽ കണ്ണികളല്ല, തൊഴിലില്ലായ്മ ഞങ്ങളുടെ സ്വഭാവ ദൂഷ്യവുമല്ല എന്നതാണ്. നോക്കൂ, എത്ര മനോഹരമായ ആർഗ്യുമെന്റാണ്. തൊഴിലില്ലായ്മ ഒരു വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യമല്ല, അത് സിസ്റ്റം എററാണ്. അതിന് ഉത്തരവാദികളായവരെ ഞങ്ങൾ അക്കൗണ്ടബിൾ ആക്കുമെന്ന് പറയുന്നതിന് യോജിച്ചുകൂടെ? പോയിന്റ് നമ്പർ 5, സുതാര്യത. ഇപ്പോൾ വേണം സുതാര്യത. PM കെയർ ഫണ്ട് എവിടെയെന്ന് ചോദിച്ചാൽ കൈമലർത്തി കാണിക്കുന്ന ഒരു സംവിധാനമല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഉത്തരം കിട്ടും വരെ ഞങ്ങൾ തെരുവിലുണ്ടാവും എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ CJP മുന്നോട്ട് വയ്ക്കുന്നത് വർത്തമാനകാലത്തിലെ തലമുറയ്ക്ക് യോജിക്കാവുന്നതും നമ്മളിപ്പോൾ തന്നെ ഈ ഭരണകൂടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമായ ആശയങ്ങളാണ്. ട്രാൻസ്പെറൻസി, സുതാര്യത, അക്കൗണ്ടബിലിറ്റി, ഉത്തരവാദിത്വം, ഒപ്പം ജനങ്ങളുടെ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശേഷിയുള്ള, ജനങ്ങളോട് തുറന്നു സമ്മതിക്കാൻ ശേഷിയുള്ള, ഒരു തരത്തിലും ആഡംബരങ്ങളിൽ വിശ്വസിക്കാത്ത, അഴിമതിയുടെ കരപുരളാത്ത ഒരു ഭരണ സംവിധാനത്തെ ഒരു തലമുറ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ
ഇതിപ്പോൾ നിലവിൽ ഒരു വിപ്ലവത്തിൻ്റെ സൂചനകളാണ് നൽകുന്നതെങ്കിലും അത് വിപ്ലവവുമായി മാറണമെങ്കിൽ അതിന് സംഘടന വേണം, അതിന് ഉത്തരവാദികളായിട്ടുള്ളവർ ഉണ്ടാവണം, അതിന് കൃത്യമായൊരു സ്ട്രാറ്റജി ഉണ്ടാവണം, അതിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവണം, അതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാവണം, ഭരണഘടന ഉണ്ടാവണം, അതിൻ്റെ ഈ പറയുന്ന ആശയങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലുള്ളൊരു പ്രത്യയശാസ്ത്ര പദ്ധതി ഉണ്ടാവണം. ഇതൊക്കെ മുന്നിലേക്ക് വന്നാൽ മാത്രമാണ് അതിനൊരു ഭൗതിക ശക്തിയെ പ്രവർത്തിക്കാൻ കഴിയുക. ആശയം പ്രാവർത്തികമാകുമ്പോഴാണ് അത് ഭൗതിക ശക്തിയായി മാറുന്നത് എന്നാണ് മാർക്സ് പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നിലവിൽ ഒരു ആഹ്വാനം ഉണ്ടായിരിക്കുന്നു, ഒരു മികച്ച സംഘാടനം കണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കുറേ സമാന മനസ്കരായ മനുഷ്യർ ഒത്തുചേർന്നിരിക്കുന്നു. അവർ ഒരുമിച്ച് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാണുന്നു. പക്ഷേ അത് ആനന്ദ് തൻ്റെ നോവലിൽ പറയുന്നത് പോലെ അതൊരു മിൽമ ബൂത്തിലെ താൽക്കാലിക വിപ്ലവമായി മാറാതിരിക്കട്ടെ. ഈ ഊർജം ഈ പുതിയ തലമുറ ഉൾക്കൊള്ളട്ടെ. അവർ കൂടുതൽ രാഷ്ട്രീയ ഉത്തരവാദിത്വമുള്ളവരായും തെരുവുകളിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ ശേഷിയുള്ളവരായി ഇരിക്കട്ടെ. അലസരായ സമൂഹം ഫാസിസത്തിലേക്കുള്ള പാത വിട്ടുതെളിക്കുന്നവരാണ് ഇവർ. അങ്ങനെയല്ല. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് കോക്രോച്ചസ്, ദേ ആർ സർവൈവർ സ്പീഷ്യസ് എന്നാണ് പറയുന്നത്. ഈ കാലത്തെയും അവർ അതിജീവിക്കും. വിപ്ലവ പാർട്ടികളോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ 3 പേരുടെയും ഉത്തരം യെസ് എന്ന് തന്നെയാണ്. വിപ്ലവത്തിൻ്റെ സാധ്യത, ഒരു മാറ്റത്തിൻ്റെ സാധ്യത, ഒരു മാറ്റത്തിൻ്റെ ആഹ്വാനം അവർ നടത്തുന്നു എന്ന അർത്ഥത്തിൽ.